ഇത് നമ്മളൊരു ട്രിപ്പ് പോകാൻ കൊണ്ടുവന്ന് നേരെ വയനാടേക്ക് തന്നെയാണ്. വയനാടുള്ള ഒരു ബാംബൂ ക്രീക്ക് റിസോർട്ട് എന്ന റിസോർട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം 6 മണിയായി. നമുക്ക് ഉച്ചയാകുമ്പോഴൊക്കെ അവിടെ എത്തണം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ബാംബൂ ക്രീക്ക് റിസോർട്ട്. Fadi. Umba. Yeah. Akrosh. Baji. Baji. നമ്മൾ എവിടെ പോകുന്നത് ഫാദി? വയനാട്. വയനാട് പോകുന്നത്? ഓക്കേ. നമ്മൾ ഓൾറെഡി വയനാട് പോയത്. പക്ഷെ ഒന്നും കൂടി പോകാം. ഒന്നും കൂടി പോകാം. നമ്മൾ ഉപ്പ് നമ്മൾ ഇന്നത്തെ ഗസ്റ്റ് അല്ലേ? സ്പെഷ്യൽ ഗസ്റ്റ് ഉപ്പു. ഓക്കെ, ഓഫ് ടു വയനാട്. ബാംബൂ ക്രീക്ക് റിസോർട്ടിലെത്തി. ഫാദി പിന്നെ യെസ് ഫാദി. തൽക്കാലം ഫാദി ഇരിക്കും. ഫാദി നമ്മൾ റൂം ശരിയായിട്ടില്ല. ഓക്കെ, ബാംബൂ ക്രീക്ക് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഏകദേശം സമയം 11 o'clock ആണ്. നമ്മുടെ ചെക്ക് ഇൻ ടൈം 1 o'clock ആണ്. അപ്പോൾ അതുവരെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബോട്ടിങ് നടത്താം. ഇതുണ്ടോ, ഇത് പ്രൈവറ്റ് പോകേണ്ടത്. നമുക്കിവിടെ എപ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് ബോട്ടിങ് നടത്താം. നമ്മൾ റൂം റെഡി ആയിട്ടില്ല. ഇന്ന് നമ്മൾ ന്യൂ ഇയർ ആയിട്ടാണ് വന്നിന്. ഇന്ന് Jan 1st ആണ്. അപ്പോൾ ഇന്നലെ വന്ന ടീംസ് നമ്മൾ പോയിട്ടില്ല. ഏർലി ചെക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 1 മണിയാകുമ്പോഴേക്ക് സെറ്റാവും. അപ്പോൾ അതുവരെ നമുക്കിവിടുന്ന് നാച്ചുറും ഇവിടുത്തെ സ്ട്രീമും എൻജോയ് നോക്കാം. വേണ്ട അവിടെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. ഇവിടെയൊക്കെ റോഡ് കുറച്ച് മോശമാണ് കേട്ടോ. അത് മാത്രം കുറച്ച്
കഷ്ടക നിറഞ്ഞതുള്ളൂ, ബാക്കിയെല്ലാം ഓക്കെ അല്ലേ? ഹൗ ദിസ് ഫാദി എങ്ങനെയുണ്ട്? അനി ഇവളൊന്നും അറിഞ്ഞിട്ടില്ല, ഫുള്ള് ഉറക്കാം. ഫാദിന് ഉറങ്ങിയിട്ടൊന്നുമില്ല അല്ലേ ഫാദി അല്ലേ? അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ഇവിടെ തന്നെയാണ് നമ്മളെ റൂം. ഇതാണ് നമ്മളെ റൂം. ഉമ്മ അപ്പയ്ക്ക് ഇവിടുന്ന് മുമ്പ് ചെക്കോട്ടെ ടീമിനെല്ലാം പരിചയപ്പെടുത്തി. കോഴിക്കോട് പറയുമ്പോ കോഴിക്കോടാ. ഇതിന് എന്തായാലും റെഡി ആകാൻ വേണ്ടി 1 o'clock ആവും. അതൊരു നമുക്ക് ഇവിടെ ഒരു ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതുണ്ട് ഇവിടെ അടുത്ത് തന്നെ ചെറിയൊരു പോണ്ട് ഉണ്ട്. ഫാദി ശ്രദ്ധിക്കണം, ഫാദി ഡയറക്റ്റ് തന്നെ നോക്കിയിട്ട് ഇറങ്ങും. ഇതുണ്ടോ നമുക്കിവിടെ പ്രൈവറ്റ് ഒരു പോണ്ട് ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ബോട്ടിങ്ങോ എന്താ വെച്ചാൽ ചെയ്യാം. അത് ഫാദിക്ക് വെള്ളം കഴിയോ ഫാദി? ഉമ്മാക്ക് ബോട്ടിങ്ങിലും താല്പര്യമില്ല. ഇവിടെ ഇതിൻ്റെ കാഴ്ചകൾ കാണാനും ഉമ്മ താല്പര്യം. ഇവിടെ വിളിക്കാറുണ്ട് അവർ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട്. ഓക്കെ യു സിറ്റ് ആൻഡ് വാച്ച്. ഓക്കെ അങ്ങോട്ട് നീ ആടെ ചെയ്തതോ? ഞാൻ ഇത് ചേട്ടാ ഇതുണ്ടോ? അയ്യോ നടുക്കിരിക്കണമെന്ന് മാത്രം അറിയാം, വേറൊന്നും എനിക്കറിയില്ല. അയ്യോ ഇത് ഫ്ലോട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇതിന്റെ ചെറിയൊരു തടാകമായിക്കൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പൊ ഇത് അങ്ങോട്ട് എടുക്കുക, മെല്ലെ ഇങ്ങനെ തൊയ്യ. കണ്ടാ ഇങ്ങനെ മെല്ലെ തൊയ്യ. ഹലോ എന്റെ ബോട്ടില ഫാദി നിന്നിട്ടല്ലോ. ജാക്കണി വേണ്ടേ ഒരു കുത്താ ഹാ. അതിനുമ്മ പെള്ളേട്ടെ ഫാദി എന്താ കുത്തി കളിക്കുന്നേ? എന്താ ഭയങ്കരേനോ എനിക്ക് റാഫ്റ്റിംഗ് ചെയ്യണമെന്നല്ലോ. കയറാൻ പറ്റൂല, കരക്ക് പോണോ? ഇതെല്ലാം ചിരിച്ച് മെരിക്കണ്ട മൊമെന്റ്സ് അല്ലേ?
വെരി വെരി ഡിഫിക്കൽട്ട്. ഞാൻ ഒന്നും ചെയ്യാം. അവസ്ഥ മാമ ഡക്ക് കേറും നമ്മളെ കണ്ടുകൊണ്ട്. ഡക്ക് എന്താ ചെയ്യുന്നത്? മാമ ഡക്ക് എന്താ ചെയ്യുന്നത്? മാമ ഡക്ക അല്ല പോല നിങ്ങളല്ലേ കാണാൻ ഇത്രയും ദൂരത്തിൽ ഹലോ ഹായ്. അത് ഭയങ്കര ഡിമാൻഡ് പോയല്ലേ? അതെന്താ ഏതായിരിക്കും? ഉപ്പ് വന്നിട്ട് ഒന്ന് പോന്നുണ്ട് ഒരു പൂ. ഒരു പൂസരി. ഞാൻ ഇതെല്ലാം വീഡിയോ ഇടുവേ. അതിനെ ഭയങ്കര ഡിമാൻഡ് അല്ല ഇതല്ലേ? ഒരു അച്ചടം ഇതെന്താ ഒറ്റ കൈപ്പോയിനി? ഉമ്മ അങ്ങ് ദൂരം ഉണ്ടല്ലോ. ഇതെന്താ ഒറ്റ കൈപ്പോയിനി? ആര്? അതാ ടീമിന്റെ ആളല്ലേ ഇരിക്കും. നമ്മളെ കണ്ടോണ്ട് പോയതല്ലേ? പിന്നെ അത് കുളിക്കുന്ന നോക്കാൻ വന്ന് ഞാൻ ദേഷ്യം പിടിക്കൂലേ? ഇതിന്റെ അടുത്ത് വരാം. ഇതൊരു കൂസമില്ലാണ്ട് എണീച്ചു അല്ലേ? ഞാൻ ആദ്യമായിട്ട് ഡക്ക് ഇത്ര കൂളായിട്ട് ഡക്കെന്താ കൊണ്ട് നല്ല മുങ്ങി കുളിക്കുന്നത്. ആ വരുന്ന ഉപ്പാന്റെ പോണ്ട്. അപ്പട്ടെ I will go. കൊറേ നാൾ ശ്രമിച്ചു. അല്ല ഇതല്ല കേട്ടോ ആ സാധനം. അല്ല 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 ആളെ നാടെ നിന്നിട്ടാ ആടന്നിട്ടുണ്ട്. നമുക്ക് വരുന്നേരം പിന്നെ അതതിന് വിളിച്ചോ. ഓ വിളിച്ചോണ്ട് വന്നോ? നമ്മളെ ഉമ്മമാരെല്ലാം വിളിച്ചോ. കൊറേ നേരം മിറ്റത്ത് കാണിക്കുന്നു. കൂട്ടാ പോന്നോളെ. എന്നോട് എത്ര സമയം പറയുന്നത്. എന്നാ കടിച്ചാ നമ്മൾ കയറിയിട്ട് എത്തി. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ ഒരു ബോർഡ് വെച്ചിരുന്ന മതി. ഇതാണോ വ്യൂ പോയിന്റ്? ഇതാ ടയേർഡ് സീറ്റ് ഉണ്ടായിരിക്കാണ്.
ഓക്കേ, ഐ എം ടയർഡ് ഫാദി. ഇവിടെ സീറ്റും കൂടി ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. യാ, ഇതാണ് ഇതിന്റെ മുകളിൽ കയറിയുള്ള വ്യൂ. അയ്യോ, how is this? എല്ലാരും ഇരുന്നോ? My God. ഭാഗ്യം, ഞാൻ പറഞ്ഞോളൂ, നിങ്ങൾ മനസ്സിലായി ചേർന്നുണ്ട്. ഭാഗ്യം. നമുക്കൊന്ന് സ്വിമ്മിങ് ചെയ്യാം ഫാദി. ഇതാ ഇറങ്ങോ, ഇത് ഇറങ്ങി നോക്കട്ടെ. ഫാദി ഒന്നല്ല ഫാദി, ഈ മെല്ലെ ഇറങ്ങിയാൽ മതി കേട്ടോ. വാവ്, ശരി സെമി, ഇതാ ശരിക്കും അടിപൊളി സ്ഥലം കേട്ടോ. ഭയങ്കര സ്ലിപ്പറാന്നേ, ഭയങ്കര സ്ലിപ്പറാ ഫാദി, ഭയങ്കര സ്ലിപ്പറാണ്. ഇങ്ങോട്ട് ഇല്ലോട്ടോ. ഞാൻ ഇപ്പൊ പറഞ്ഞു അവിടെ സ്ലിപ്പറാന്ന്. നമുക്കിനി ഡ്രസ്സ് എടുത്തിട്ട് ഡ്രസ്സ് മാറ്റി ഇങ്ങോട്ടേക്ക് വരാം. പേര് പറയുന്ന പോലെ ഫുൾ ബാംബോ, ഇവിടെ ബാംബു ക്രീക്ക് റിസോർട്ട്. ഞാൻ മുക്കട്ടെ, ഞാൻ നാളെ സ്ലിപ്പാവും. അപ്പൊ ഇതാ നമ്മളെ റൂമ്. ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട് ഇവിടെ. നമുക്ക് സീലാണോ, പിന്നെ 2 സിംഗിൾ ബെഡ്. ഇവിടെ ചെറിയൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. പിന്നെ ടോയ്ലറ്റും കുഴപ്പമില്ല, നല്ലൊരു സ്പേഷ്യസ് ആണ്. ഷവറുണ്ട്, വാഷ് ബേസിൻ. നമ്മുടെ റൂം നേരെ റിസപ്ഷൻ്റെ അടുത്താണ്. എനിക്ക് തോന്നുന്നു നന്നായി, കാരണം വെച്ചാൽ ഉമ്മാക്കെല്ലാം പെട്ടെന്ന് കയറി വരാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. കണ്ടോ, എൻട്രൻസിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് നമ്മളത്. ഇവിടെ തന്നെ നമ്മുടെ റൂം. എന്താ എന്തേനോ കൈവാഷ് ചെയ്തിരിക്കുന്നത്. നീ കൈവാഷ് നടത്തട്ടെ മാഡം, ഗസാലയ്ക്ക് കൈവാഷ് നടത്തട്ടെ. ഷീസ് സോ ക്രംപി. നോക്കട്ടെ, ക്രംപി നോക്കട്ടെ. ഹേ ക്രംപി, ക്രംപിക്ക് കൈവാഷ് തൊട്ടെ. ഇത് അത്ര സ്റ്റഫ് ഒന്നല്ല. കണ്ണില് പതിനഞ്ചാരല്ലോ ഇതൊക്കെ മാറിയിട്ട്. ഇരുന്നോ, അടുത്ത് പോയിട്ട് ഇടങ്ങാറാക്കണ്ട പാതി, തിന്നാൻ പറ്റുന്നുണ്ടാ. ഡോഗിനെ കണ്ട മിൻ്റെ ഉണ്ടോ നീ?
ഇത് മിന്റ് വന്നു. ഇതെന്താ സഹ? ഇതെന്താ സഹ? ഇതെന്താ മിണ്ടുമ്പ? ഇതെന്താ? ഡക്ക. ആക്ടിവിറ്റി ഇൻഡോർ ആക്ടിവിറ്റി ഇതാ ഉള്ളത്. ബാഡ്മിൻ്റൺ ഉണ്ട്, ഫുട്ബോൾ ഉണ്ട്, ക്രിക്കറ്റ് ബാറ്റ് ഉണ്ട്, ഡൊമിനോസ് ഉണ്ട്, ക്യാരം ബോർഡ് ഉണ്ട്, ചെസ് ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് ഡേ ഈവനിങ് ആയി. നമ്മൾ ഇവിടെ ഒരു നാച്ചുറൽ ബാത്ത് എന്നിട്ട് കാണും. സോ വി ആർ ഹെഡിങ് ടുവേർഡ്സ് നാച്ചുറൽ ബാത്ത്. Zaha, you wanna swim? Zaha? Yes, garden. Come. നീ പാട്ട് പാടണ്ട, വാ മോളോ. Yes, garden. Yes, garden. Yes, garden. Yes, garden. ഉപ്പ ഒന്ന് നമുക്ക് അതെടുത്ത് തരുവാ. ഏത്? അത് ഇതാ. ഇതാക്ക എന്തിനാ ഇത്? വായിക്കുമ്പാണ് ആ നാച്ചുറൽ ബാത്ത് ഫോളോ ചെയ്യ്. അത് അങ്ങോട്ടേക്കാ. അത് ആക്ടിവിറ്റി ഏരിയ ഇല്ലേ, അവിടുന്ന് അങ്ങോട്ടേക്കാ. നേച്ചർ ബാത്ത്. മെല്ലെ മോളൂ. ഇതാ ഈ റോക്കിന്റെ മുകളിൽ കൂടെ നടക്കും മോളൂ. That way Fati. അയ്യോ, ഇത് കുറച്ച് ഭയങ്കര ഇരുട്ടായി പോയതേമേ. ഏറ്റവും ഇത് ഭയങ്കര ഇരുട്ടായി പോയാ. ഒഴുക്ക് കുറവ് അങ്ങനെയല്ല, ഒഴുക്കലുണ്ട്. അല്ല മറ്റേ കണ്ടെ കുറച്ചും കൂടി സ്ഥലമുണ്ട്. ഫാദി സ്ലിപ്പാവും, ഫാദി സ്ലിപ്പാവും. മെല്ല ദഹ, മെല്ല മെല്ല ദഹ, മെല്ല. ഫാദി ഫാദി ജമ്പ് ചെയ്യട ഫാദി. മെല്ല മെല്ല. ലീഫ് അങ്ങനെ ആർക്കും തൊന്നല്ല. പാതി കൊണ്ടുവയ്ക്കാം. പാതി അപ്പൊ രണ്ടാളും നാച്ചുറൽ ബാത്തിലൊക്കെ ആയിട്ട് വരുന്നത്. സഹ എങ്ങനെയുണ്ട്? ഹൗസ് ബാത്ത് സൂപ്പർ. തണുപ്പുണ്ടല്ലേ? സ്ലിപ്പർ ഉണ്ടോ ഫാദി? ഓക്കെ ഓക്കെ.
ബാബാ ഇരുടാനായി ബാബാ ബാബാ. നമസ്കാരം. അപ്പോൾ ഇത് നമ്മൾ ഡേ 2 അറ്റ് ബാംബൂ ക്രീക്ക് റിസോർട്ട്. ഇതിൻ്റെ സ്റ്റേ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഇന്നലെ നൈറ്റ് അടക്കം ഇവിടെ നമ്മൾ ബോട്ടിങ്ങും ചെയ്തു. ആ ഒരു നൈറ്റിലങ്ങനെ നമുക്ക് ധൈര്യത്തോടെ നമുക്ക് ബോട്ടിങ് ചെയ്യാൻ പറ്റും തോന്നില്ല. രാവിലെ ചെറുങ്ങനെ മഞ്ഞുണ്ട്. ഏകദേശം 17 ഡിഗ്രിയാണ് ഇവിടെ തണുപ്പാണ്. ഇവിടെ ഇങ്ങനത്തെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ദ സ്റ്റോറി ഓഫ് ദിസ് വാട്ടർ സോഴ്സ്. കണ്ടോ, more than a century ago the area where the property is currently located used to be a thick forest. The water was discovered by tribal leader. അയ്യപ്പൻ എന്നാണ് ആളന്ന് ഇവിടെ വെള്ളത്തിൻ്റെ ആദ്യം കണ്ടുപിടിച്ചത്. പിന്നെ അവർ ഈ ലാൻഡ് ഏറ്റതിന് ശേഷം ഈ റിസോർട്ട് അറിഞ്ഞാന്ന് ഇതിൻ്റെ വെള്ളവും കാര്യമൊക്കെ യൂസ് ചെയ്യുന്നത് കുടിക്കാനും കുക്ക് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട്. നമ്മുടെ കൂടെയുള്ളത് ഈ റിസോർട്ടിൻ്റെ ഇൻചാർജ് മിസ്റ്റർ ശ്യാം. ഹലോ. പുള്ളിയാണ് ഇവിടെ മൊത്തം കൈകാര്യം ചെയ്യുന്നത്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ അല്ലേ? നിങ്ങളുടെ സ്റ്റാഫല്ലേ, നിങ്ങൾക്ക് അറിയാലോ പുള്ളി എങ്ങനെ ഡീൽ ചെയ്യുന്ന കാര്യം. ഞാൻ ഇന്നലെ വന്നതിൽ നോട്ടീസ് ചെയ്തത് ഞാൻ പുള്ളിയാണ്. നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്ത മുതൽ പുള്ളി എവിടെയുണ്ട്. അവിടുന്ന് മുതൽ ഇപ്പോൾ ഈ രാവിലെ വരെ പുള്ളിയാണ് നമ്മുടെ കൂടെയുള്ളത്. അത് ഒരു റിസോർട്ട് എന്ന് വെച്ചാൽ നമ്മൾ റിസപ്ഷൻ ഏരിയ വരെ പോകണം. എന്നാൽ അതിനുശേഷം മാത്രമേ അവർ നമ്മളെ റിസീവിലും അങ്ങനത്തെ നടക്കുന്നുള്ളൂ. ഹോസ്പിറ്റാലിറ്റി തന്നെ സംഭവം. പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്ത മുതൽ യു ആർ വിത്ത് us. താങ്ക് യു സർ. ഓക്കെ. ബാക്കി എല്ലാ സ്റ്റാഫും അങ്ങനെ തന്നെയാണ്, നല്ല കോപ്പറേറ്റീവാണ്. അനന്തു അല്ലേ, വിജിൽ അല്ലേ, ആണ്. ബട്ട് സ്റ്റിൽ മാസ്റ്റർ ഷെഫ് അല്ലേ. ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ. പേരെന്താ? യതീന്ദ്രൻ അല്ലേ. നിങ്ങൾ ഒരാൾ മാത്രമേ ഇപ്പോൾ ഷെഫ്? ഒരാൾ മാത്രമേ ഉള്ളൂ അല്ലേ? ആ, ഇപ്പോൾ കോവിഡായിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന അത്ര നിങ്ങളല്ലേ? ഷൂട്ട് ചെയ്തിട്ട് കുഴപ്പമില്ലല്ലോ. ഇതാണ് ഇവരെ മാസ്റ്റർ കിച്ചൺ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ആയിക്കൊണ്ടിരുന്നുള്ളൂ അല്ലേ? സോറി. ബാംബൂ ക്രീക്ക് എന്ന് പറയുന്ന റിസോർട്ട് അമ്പലവയലിൽ നിന്നാണ്. അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് 7 കോട്ടേജസ് ആണ് ഇവിടെ ഉള്ളത്. ഫാമിലി കോട്ടേജ്, വുഡൻ കോട്ടേജസും പ്ലാന്റേഷൻ വ്യൂ കോട്ടേജസ് ആൻഡ് ട്രീ ഹൗസ്, പിന്നെ ഒരു ഫാമിലി റൂം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു 7 കോട്ടേജസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ദെൻ
എന്താണ് ഇതിപ്പോൾ മൊത്തത്തിലൊരു 35 ഏക്കേഴ്സ് ടോട്ടലായിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെ വെച്ചാൽ നമുക്കിവിടെ ഒരു പോണ്ട്, അതിലെ ബോട്ടിംഗ് ഫെസിലിറ്റീസ്, ദെൻ നമുക്കൊരു നേച്ചർ ബാത്ത് ഉണ്ട് ഇവിടെ, പിന്നെ ഒരു വ്യൂ പോയിന്റ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ദെൻ നമുക്കിവിടെ ഉണ്ടാകുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ ബോട്ടിങ് ചെയ്യാം, ദെൻ ഫിഷിംഗ്, ക്രാബ് ഹണ്ടിങ്, ഫിഷിംഗ് റോഡും കാര്യം നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഞങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിഷിംഗ് ചെയ്യാനും ക്രാബ് ഹണ്ടിങ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു ട്രക്കിംഗ് മുകളിലേക്കെല്ലാം പോലെ. വേണം. ഇത് നമ്മൾ 3rd ഡേ ആണ് ഇവിടെ ബാംബൂ ക്രീക്ക് റിസോർട്ടിൽ. അപ്പോൾ നമ്മളിന്ന് ചെക്കൗട്ടും കൂടിയാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നിവിടെ ഗസ്റ്റ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 1 o'clock വരെ ഒരു ചെക്കൗട്ട് ടൈം വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ ഒന്നും കൂടി ഇങ്ങനെ വേണമെങ്കിൽ കറങ്ങാം. ഇവിടുത്തെ ഒരു അട്രാക്ഷൻ എന്താ, ഇതാണ് ഈ ഡക്സ് കണ്ടോ. അവർക്കിങ്ങനെ സൗകര്യവിഹാരം നടത്താൻ വേണ്ടി നല്ല പോണ്ടുണ്ട് കണ്ടോ. ഈ പോണ്ടൊക്കെ നല്ല രസമാണ്. ഇവിടെ കുറേ പാഷൻ ഫ്രൂട്ട് ഉണ്ട്. നമ്മൾ പെർമിഷൻ ചോദിച്ച് അവർ ഇഷ്ടം പോലെ പറിച്ചോളാൻ പറഞ്ഞു. വേണ്ട പാഷൻ ഫ്രൂട്ട്സ്. മറ്റേ പതിവില് പത്തില്ല. ഓക്കെ, നമുക്ക് കാർ പാർക്കിംഗ് ഏരിയ അവിടത്തേക്ക് പോകാം. ഏറ്റവും വലിയ അട്രാക്ഷൻ ഇതാണ് ഈ കോഫി ബീൻ പറിക്കല്. ഇതാക്കെ എത്തുന്നുണ്ടാ ആദ്യ കൊടുക്കേ. ഇതാക്കെ എന്തിനാ കോഫി ബീന്? ഓക്കേ, ഇതാക്കി കോഫി ബീൻ എന്തിനാ? കളിക്കാനാ? ഇതിനെ കൂടെ എന്താ കളിക്കുന്നത്? ഇത് ഗ്രീൻ അല്ലേ? പഴുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പഴുത്തില്ല. അപ്പോൾ നമുക്ക് ഇവിടെ റെയിൻ ഗേജ് ഉണ്ട് കണ്ടോ. നമ്മൾ എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്ത്, സെൻറ്റിമീറ്റർ മില്ലിമീറ്റർ. പിന്നെ അത് ഓപ്പറേറ്റ് ചെയ്തൊന്നും അറിയില്ല. റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ളത്, അതായത് മെയിൻ ബിൽഡിങ്ങിൻ്റെ അവിടെ തന്നെ. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സ്റ്റേ എല്ലാം കഴിഞ്ഞു, നമ്മൾ പോവാണ്. എനിവേ വൺസ് അഗൈൻ താങ്ക്സ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം, കാണാം. ഓക്കെ ഓക്കെ, നല്ല ബൈ ബൈ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.